പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് വീഡിയോയുടെ ലേറ്റായിപ്പോയി. കുഴപ്പമില്ല. നമ്മളെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇത് ലേറ്റായാലും കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് നിയമിച്ചതിനെ പറ്റി ഉള്ള ആക്ഷേപങ്ങളൊക്കെയാണ്. അപ്പം ഞാനിന്ന് AI-ൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടു. അവരൊക്കെ എന്ത് ഘോര ഇയാളെ വെച്ച് ഇയാളാണ് 102 സീറ്റ് ഇവർക്ക് മേടിച്ചെടുത്ത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇവിടുത്തെ ഇലക്ഷൻ്റെ ചീഫിനെ നിശ്ചയിക്കാനായിട്ട് ഒരു പാനൽ കേരളത്തിലെ സർക്കാർ അയച്ചു കൊടുത്തു. ആ പാനലിൽ നിന്ന് ഒരാളെയാണ് ഇവർ നിയമിച്ചിരിക്കുന്നത്. അല്ല, VD സതീശനെന്ന് പ്രതിപക്ഷത്തിന് ഒരധികാരവും ഇല്ല 10 വർഷമായിട്ട്. അതിൽ നിന്നൊരാളെ നിയമിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടത്തിയത്. അപ്പം അദ്ദേഹം സ്തുത്യർഹമായിട്ട് കാര്യം നിർവഹിച്ചു. അത് കാരണമാണ് അദ്ദേഹത്തിനെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഇതായിട്ട് സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം രത്തൻ കേൽക്കറിനെ എന്തിനാണ് കുറ്റം പറഞ്ഞത്? അവർ നല്ലൊരു ഓഫീസർ എന്നുള്ള നിലയിൽ അവർ തിരഞ്ഞെടുത്ത ഒരു പാനലിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു രത്തൻ കേൽക്കർ. ഇപ്പോൾ എങ്ങനെ അദ്ദേഹം മോശക്കാരനായി നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ. അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എന്താ പറയുന്നത്, ഈ സാധാരണക്കാർ പറയത്തില്ലയോ, ഞങ്ങളിട്ടാൽ നിക്കർ, മറ്റൊരിട്ടാൽ ബർമുഡ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവങ്ങൾ. രത്തൻ കേൽക്കറിനെ പൊക്കിക്കൊണ്ട് വന്ന് പ്രമുഖ സ്ഥാനത്തെത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു സ്ഥാനം കൊടുത്തത് VD സതീശനാണ്. ഇത് ഇപ്പോൾ ഒരു വിവാദമാക്കിയതും മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.